ഹലോ ഗേയ്സ്, കുറേ ദിവസമായാലും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ആദ്യം ഒരു കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ വീഴ്ത്തി കൊടുക്കുക, സവാള വഴറ്റുക. ഇത് എന്താണ് കറിയെന്ന് വെച്ചാൽ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളി ചെറിയൊരു പുളിപ്പോട് കൂടിയ മുട്ടക്കറി കിട്ടത്തില്ലേ, ആ മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. വെളിച്ചെണ്ണ എടുക്കുക, സവാള, കരിയേപ്പില, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ചതച്ചിട്ട് നല്ലോണം വശക്കണം. ഇതൊന്ന് വരുമ്പോഴേക്കും അല്പം പഞ്ചസാര, ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയും കൂടെ ഒന്ന് കാരമൽ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു തക്കാളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പച്ചച്ചവ് മാറുന്നവരെ നല്ലോണം വഴറ്റണം കേട്ടോ. ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. കുക്കറിൽ തന്നെ വയ്ക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് 2 വിസിൽ വരുന്നവരെ നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. ആ കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ ആ ഉള്ളി നല്ലപോലെ വേവും. നമുക്ക് ആ കുറുവി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റും നമുക്ക് കിട്ടും കേട്ടോ. ഇതിലേക്ക് തിളച്ച് വരുമ്പോഴേക്ക് മുട്ടയും ചേർത്ത് മല്ലിയിലയും കരിവേപ്പിലയൊക്കെ ചേർത്ത് അല്പം ടൊമാറ്റോ സോസും അല്പം സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സോയാ സോസ് കൂടെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആ ഹോട്ടൽ സ്റ്റൈലിൽ കിട്ടുന്നത്. നമുക്കിന്ന് ദോശയായിരുന്നു. നിങ്ങൾക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.